ഇന്ന് എനിക്ക് എൻ്റെ UK ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞു, പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു, എൻ്റെ ലൈസൻസ് കിട്ടി. ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു ഭയങ്കരമായിട്ടുള്ള സില്ലി ആയിട്ടുള്ളൊരു റീസൺ കാരണം പോയി. സോ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഞാൻ ഈ വഴി കൂടെ നേരെ വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യായിരുന്നു. സോ അവിടെ ചെക്ക് ചെയ്തു, അകലെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. സോ ഞാൻ എൻ്റർ ചെയ്തു. അപ്പം ആക്ച്വലി അവിടെ എൻ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം ഞാൻ ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. സോ ഞാൻ സ്പീഡ് ചെയ്യുന്ന സമയത്ത് കണ്ടോ അവൻ എന്നെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. സോ ഈ ഒരു റീസൺ കാരണമാണ് എൻ്റെ UK ഫസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ UK ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് UK ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് വേണ്ടത് പ്രൊഫഷണൽ ലൈസൻസ് ആണ്. അതിവിടെ ഉള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടായിരിക്കും, അതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് കിട്ടും. ആ പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് തിയറി ടെസ്റ്റിന് എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പം തിയറി ടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഒരു തിയറി ടെസ്റ്റാണ്. ബട്ട് ഇവിടെ 50-ൽ 43 മാർക്ക് വേണം ജയിക്കണമെങ്കിൽ. പിന്നെ ഹസാർഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ കാണിച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട്. അതിലും 75-ൽ 45 അത്രയും കണ്ട് വേണം ജയിക്കണമെങ്കിൽ. അത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, 45 എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പം അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ തന്നെ DVSAയുടെ തന്നെ ഒഫീഷ്യൽ ആപ്പുണ്ട്. ആ ആപ്പിൻ്റെ അത് കയറിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, 10-700 ക്വസ്റ്റ്യൻ മുകളിലുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ക്ലിയർ ആയിരുന്നു. എനിക്ക് 50-ൽ 48 മാർക്ക് ഉണ്ടായിരുന്നു. വേറെ ഞാൻ സ്കൂളിൽ എക്സാം എഴുതിയിട്ടൊന്നും എനിക്കിതുവരെ അതൊന്നും കിട്ടിയിട്ടില്ല. സോ അത് നമ്മൾ അത്യാവശ്യം ഒന്ന് ആഗ്രഹിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പാസ്സാവാം. പിന്നെ എന്താ പറയുക, ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസ്ട്രക്ടറെ അടുത്ത് തന്നെ പഠിക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടുത്തെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് അറിയാതെ ഇവിടുന്ന് പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഡ്രൈവ് ചെയ്യാൻ. കാരണം ഞാനിപ്പോൾ ഒരു 10 വർഷമായിട്ട് നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ രീതികളെന്ന് പറയുന്നത്, നമ്മൾ മെയിനായിട്ട് എന്താ, നമുക്ക് മസിൽ മെമ്മറി ഉണ്ടാവുമല്ലോ. സോ നമുക്കൊരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറാൻ തോന്നും. സോ അങ്ങനെ കയറുന്ന സമയത്താണ് നമുക്ക് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെ ഇവിടുത്തുകാരൊരു ഫോൾട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറം വണ്ടിയിൽ നമുക്കൊരു 2-3 സെക്കൻഡ് നമുക്ക് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കയറിപ്പോകും നാട്ടിൽ. അതാണ് നമ്മൾ നാട്ടിൽ കാണിക്കാറ്. ബട്ട് ഇവിടെ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് ഫെയിലാണ്. സോ നമുക്ക് നല്ല ക്ലിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അടുത്ത ഓപ്പോസിറ്റ് വരുന്ന ആൾ നിർത്തി തന്നെങ്കിൽ മാത്രമേ നമ്മൾ കയറാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റോ 8 മിനിറ്റോ വേണേൽ അവിടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്തോണം. ബാക്കിലുള്ള ആൾക്കാർ ഓണടിക്കത്തോ ശല്യം ചെയ്യത്തൊന്നുമില്ല. നമുക്ക് ക്ലിയർ ഗ്യാപ്പ് കിട്ടാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പാസ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആദ്യമേ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പാസ് സർട്ടിഫിക്കറ്റ്. ഇനിയിപ്പം എനിക്ക് ലൈസൻസ് വരാൻ വേണ്ടി കുറച്ച് ദിവസം എടുക്കും. എൻ്റെ അഡ്രസ്സ് ചേഞ്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ പ്രോപ്പറായിട്ടുള്ള കാർഡ് ലൈസൻസ് വരുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഓക്കെ പാസ്സായി, ഇനിയിപ്പോൾ എന്ത് പോലീസ് ചെക്കിങ്ങോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. വഴി ഇവിടെ ഒരുപാട് ആൾക്കാർ ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമ്മളെ നോർമലി നാട്ടിൽ ചെക്ക് ചെയ്യുന്നല്ലോ, ഇവിടെ ചെക്ക് ചെയ്യത്തില്ല. എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലോ ഓവർ സ്പീഡിനോ അല്ലെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് അങ്ങനെ പോലീസുകാർ വന്ന് ചെക്ക് ചെയ്യുക. അല്ലാതെ നമ്മളെ ചുമ്മാ നോർമലി റോഡിൽ തടഞ്ഞു നിർത്തിയിട്ടുള്ള ചെക്കിങ് ഇവിടെ നോർമലി ഇല്ല. പിന്നെ നമ്മൾ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ തിരക്ക് കൂട്ടുന്ന മനോഭാവം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സിമ്പിളായിട്ട് പാസ്സാകും. എന്തൊക്കെയാണെങ്കിലും എനിക്ക് നല്ല ക്ലിയർ ഗ്യാപ്പ് കിട്ടിയിട്ട് ഞാൻ കയറിയില്ല. ഓക്കെ, ആ വണ്ടിയും കൂടെ പോയിട്ട് എനിക്കാണെങ്കിൽ ഫുൾ ഗ്യാപ്പാണ്, മീൻസ് വേറെ വണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് പോകാമെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഈവൻ ലൈക്ക് 5 സെക്കൻഡ് ഗ്യാപ്പൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. കയറി എനിക്ക് വേണേൽ റൈറ്റിലേക്ക് എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് കിട്ടിയായിരുന്നു. ബട്ട് കയറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒന്ന് കാണിച്ചാണ് എനിക്ക് എൻ്റെ ലൈസൻസ് മീൻസ് എക്സാം ഫെയിലായത്. സോ ഇപ്രാവശ്യം അതും കൂടെ നോക്കി, ഓക്കെ സമയമെടുത്ത് ചെയ്താൽ മതി, അങ്ങനെയൊരു കോൺസെപ്റ്റ് എടുത്ത്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി മടി കാണിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഹെസിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മൈനറായിട്ടേ കാണത്തുള്ളൂ. അതല്ല, ഓക്കെ നമുക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മേജർ ഇഷ്യൂ ആണ്. ഒരു മേജർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടത്തില്ല. നമുക്ക് 15 മൈനർ വരെ പോവാം. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മിറർ നോക്കാതെ വന്നതോ, അല്ലെങ്കിൽ പെട്ടെന്ന് തിരിയാൻ നേരത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ല, പക്ഷേ ഇൻഡിക്കേറ്റർ ഇടാത്തത് കൊണ്ട് വേറെ ആരെയും അത് ബാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു മൈനറാണ്. 1-2 തവണയൊക്കെ. പക്ഷേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാത്തതുകൊണ്ട് വേറൊരാൾ അവിടെ വന്ന് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യേണ്ട വന്നു, നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മേജറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം എൻ്റെ ഞാൻ ഇപ്പം വീഡിയോ കാണിച്ചല്ലോ, ആ പഴയ ഫെയിലിയർ, ആ സമയത്ത് അവിടെ വണ്ടിയില്ലായിരുന്നെങ്കിൽ
ഇറ്റ്സ് നോട്ട് എ ഫെയിലിയർ. സോ അവിടെ അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഞാൻ അത്ര നേരം തന്നെ നോക്കിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി. അവൻ ഓവർടേക്ക് ചെയ്തില്ലായിരുന്നെങ്കിലും അതൊരു ഫെയിലിയർ അല്ലായിരുന്നു. അവൻ എന്നെ ഓവർടേക്ക് ചെയ്തതാണ് അതിൻ്റെ അകത്തുള്ള, അതായത് അവനെ എന്താ പറയുക, അവൻ്റെ വണ്ടിയെ ഞാൻ സ്ലോ ആക്കാൻ അല്ലെങ്കിൽ അവൻ്റെ വണ്ടിയെ അത് ഞാൻ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള റീസൺ കൊണ്ടാണ് അവിടെ ഞാൻ ഫെയിലായത്. സോ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.